നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലൂസിഫർ, ബ്രോ ഡാഡി, എമ്പുരാൻ, ഈ 3 സിനിമ ഡയറക്റ്റ് ചെയ്ത പൃഥ്വിരാജ് സുകുമാരനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. 20-ാം വയസ്സിൽ നായകനായ വ്യക്തിയാണ് ശ്രീ പൃഥ്വിരാജ് സുകുമാരൻ. 2002-ലായിരുന്നു പൃഥ്വിരാജിൻ്റെ ആദ്യത്തെ സിനിമ. നന്ദനമെന്നും നക്ഷത്ര കണ്ണുള്ള രാജകുമാരൻ, അവർക്കുരുണ്ട് രാജകുമാരി എന്നീ 2 സിനിമകളിലൂടെയാണ് വന്നതെന്നും പറയുന്നുണ്ട്. എന്നാൽ 2005-ൽ ഉദയനാണ് താരം എന്നൊരു മൂവി റിലീസായി. അതിൽ ശ്രീനിവാസൻ അഭിനയിച്ച ഒരു കഥാപാത്രത്തിൻ്റെ പേരുണ്ടായിരുന്നു രാജപ്പൻ. പൃഥ്വിരാജിനെ ഹേറ്റേഴ്സ് വിളിച്ചിരുന്നത് രാജപ്പൻ എന്നൊരു പേരായിരുന്നു. പൃഥ്വിരാജിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ശേഷം, കല്യാണം കഴിഞ്ഞതിന് ശേഷം, കൈരളി TV-യിലുണ്ടായിരുന്ന ജോൺ പിട്ടാസ് ഏഷ്യാനെറ്റിലേക്ക് പോവുകയും, അതായത് ശ്രീകണ്ഠൻ നായർ മഴവിൽ മനോരമയിലേക്ക് പോയപ്പോൾ ജോൺ പിട്ടാസ് ഏഷ്യാനെറ്റിലേക്ക് എത്തുകയും പിന്നീട് ജോൺ പിട്ടാസ് തിരിച്ച് കൈരളിയിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ജോൺ പിട്ടാസ് പൃഥ്വിരാജിനെയും പൃഥ്വിരാജിൻ്റെ വൈഫിനെയും കൂടി ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിലേറ്റവും കൂടുതൽ പൃഥ്വിരാജിന് കേട്ട വിളി രാജപ്പൻ ദ സൂപ്പർ സ്റ്റാർ, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ രാജപ്പൻ എന്നൊക്കെയായിരുന്നു. ആ ടൈമിലായിരുന്നു നമ്മുടെ സന്തോഷ് പണ്ഡിതിൻ്റെ മൂവിയൊക്കെ റിലീസായ സമയം. അങ്ങനെ പൃഥ്വിരാജ് ഹേറ്റേഴ്സ് പൃഥ്വിരാജിനൊരു പേരിട്ടു, രാജപ്പൻ. ഇപ്പോൾ സിനിമകളിലെല്ലാം പ്രശസ്തമായ ഒരു നടിയുണ്ട്, ശ്രീ ഐശ്വര്യലക്ഷ്മി. ഐശ്വര്യലക്ഷ്മി സിനിമയിൽ ആക്ട് ചെയ്യുന്നതിന് മുമ്പ്, കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, പൃഥ്വിരാജിനെ ഒരു സിനിമയുടെ, ഒരു ഹിന്ദി മൂവിയുടെ റിവ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് രാജപ്പൻ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ടായി. പിന്നീട് അത് വിവാദമാവുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ രാജപ്പനിൽ അന്ന് പൃഥ്വിരാജിൻ്റെ ഇൻ്റർവ്യൂ, രാജപ്പൻ അഥവാ പൃഥ്വിരാജ്, അന്ന് ജോൺ പിട്ടാസിൻ്റെ ഇൻ്റർവ്യൂവിൽ പൃഥ്വിരാജ് ഭയങ്കര ബോൾഡായിട്ടാണ് സംസാരിച്ചത്. അതിനെതിരെ കുറേ ആൾക്കാർ പറഞ്ഞു പൃഥ്വിരാജ് ജാടയുള്ള മനുഷ്യനാണ്, ജാടയാണ്. പൃഥ്വിരാജിൻ്റെ പ്ലാനുകളെല്ലാം, പൃഥ്വിരാജിൻ്റെ ഭാവിയെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായി പറയുകയും അതിപ്പോൾ സത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഇപ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്. ആസ് എ ഡയറക്ടർ, ആസ് എ പ്രൊഡ്യൂസർ, ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ, ആസ് എ ആക്ടർ. പിന്നെ പൃഥ്വിരാജ് ഒരു സിംഗർ കൂടിയാണ്. പിന്നെ ലിറിക്സ് എഴുതിയെന്ന് കേട്ടു. അങ്ങനെ പൃഥ്വിരാജിൻ്റെ കഴിവ് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജപ്പനിൽ നിന്ന് രാജ്മോഹനിലേക്കും, രാജ്മോഹനിൽ നിന്ന് രാജുവേട്ടനിലേക്കും, രാജുവേട്ടനിൽ നിന്ന് ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരനിലേക്കും എല്ലാം മാറിയ പൃഥ്വിരാജ്. നിങ്ങൾ സ്വപ്നം കണ്ടതെല്ലാം സത്യമാകുന്നു. നിങ്ങൾ സലാർ മൂവിയും KGF-ഉം എല്ലാം ഏറ്റെടുത്ത് കേരളത്തിൽ റിലീസ് ചെയ്തു. ഇപ്പോൾ നിങ്ങളുടെ മൂവി മറ്റു സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പുഷ്പം പോലെ റിലീസ് ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങളുടെ പ്ലാനിങ്. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്ലാനിങ്. നല്ല പ്ലാനിങ് ആയിരുന്നു പൃഥ്വിരാജ് സുകുമാരനുള്ളത്. നമ്മളും ഇതുപോലെ പ്ലാനിങ്ങിലൂടെ ജീവിക്കും. 10 കൊല്ലം മുമ്പ്, അഥവാ 13 കൊല്ലം മുമ്പ് പൃഥ്വിരാജ് കണ്ട സ്വപ്നം ഇപ്പോൾ സഫലമാകുന്നു. ഹാർഡ് വർക്ക് ആൻഡ് പ്ലാനിങ്, അതാണ് ഇതിലൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഹാറ്റ്സ് ഓഫ് യു പൃഥ്വിരാജ് സുകുമാരൻ.